ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെ തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിൽ ഭരണം NDAക്ക് ലഭിച്ചാൽ നടപ്പിലാക്കുന്ന 100% നടപ്പിലാക്കുന്ന 20 പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടാണ്. ഇതിൻ്റെ ഇൻട്രോ ഇങ്ങനെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ബുള്ളറ്റിനേക്കാൾ കരുത്താണ് ബാലറ്റിന്. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴേ ബാലറ്റിൻ്റെ കരുത്ത് പൂർണ്ണമാവുകയുള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി ഇടതു വലത് മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കില്ല. നിങ്ങളുടെ തലമുറകളോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത്. ഒന്ന് മാറി പരീക്ഷിക്കൂ. ഇത്തവണത്തെ വോട്ട് NDAക്ക് തന്നെയാകട്ടെ. ഏറെ നാളത്തെ ഇടതു വലതു ഭരണത്തിന് ശേഷം NDA അധികാരത്തിൽ വരുമ്പോൾ തൈക്കാട്ടുശ്ശേരിയിൽ 100% നടപ്പിലാക്കാൻ സാധിക്കുന്ന വികസന രേഖ അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഇവർ ഇൻട്രോ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇവരുടെ പദ്ധതികളെന്ന് നോക്കാം. ഒന്നാമതായി, ഹരിതകർമ്മസേനയ്ക്ക് ഇനി പണം നൽകേണ്ടതില്ല. ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരണം യൂസർ ഫീ ഇല്ലാതെ നടപ്പിലാക്കും. ഹരിതകർമ്മസേനയുടെ ശമ്പളം പഞ്ചായത്ത് ഏറ്റെടുക്കും. 2. ഹോസ്പിറ്റൽ നവീകരണം. തൈക്കാട്ടുശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ NHM ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കും. 24 മണിക്കൂർ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും. കിടത്തി ചികിത്സ പുനരാരംഭിക്കും. പീഡിയാട്രീഷ്യൻ, ഗൈനക്, ഓർത്തോ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. എല്ലാവർക്കും പാർപ്പിടം. പ്രധാനമന്ത്രി PMRYയിൽ ഉൾപ്പെടുത്തി പാർപ്പിടരഹിതരായ അർഹരായ മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ചു നൽകും. 4. കാര്യം, തെരുവ് നായ ശല്യത്തിന് വിരാമം. തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടർ നിർമ്മിച്ചുകൊണ്ട് തെരുവ് നായ ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തും. 5. കാര്യം, അടൽജി സേവാ കേന്ദ്രം. കേന്ദ്ര സർക്കാർ സേവനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുവാൻ സൗജന്യ അടൽജി സേവാ കേന്ദ്രം ആരംഭിക്കും. 6. കാര്യം, മെയ് ദിന സമ്മാനം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനത്തിൽ പണിയായുധങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യും. 7. വാട്ടർ ടാങ്ക് വിതരണം. ജപ്പാൻ കുടിവെള്ള വിതരണം തടസ്സം നേരിടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ ആയി സബ്സിഡി നിരക്കിൽ അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും വാട്ടർ ടാങ്ക് വിതരണം ചെയ്യും. 8. എല്ലാവർക്കും സർക്കാർ ജോലി. അതായത് അർഹരായ വിദ്യാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനായി സൗജന്യ PSC പരിശീലന കേന്ദ്രം ആരംഭിക്കും. 9. കുറഞ്ഞ നിരക്കിൽ മെഡിക്കൽ ലാബ്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മെഡിക്കൽ ലാബ് തുടങ്ങും. 10. സൗജന്യ ശൗചാലയം. ആദ്യഘട്ടമെന്ന നിലയിൽ പൂച്ചാക്കലിലും PS കവലയിലുമായി ശൗചാലയങ്ങൾ നിർമ്മിക്കും. 11. ഹെൽത്തി ജിം. കുട്ടികളുടെ പാർക്ക്. തൈക്കാട്ടുശ്ശേരി ജെട്ടിയിൽ കുട്ടികളുടെ പാർക്കും ഓപ്പൺ ജിമ്മും ആരംഭിക്കും. 12. ടർഫ്. കുട്ടികൾക്ക് കായിക പരിശീലനത്തിനായി ആധുനിക രീതിയിലുള്ള ടർഫ് കോർട്ട് നിർമ്മിക്കും. 13. സുഷമം ഹെൽത്ത് ജിം. സ്ത്രീകൾക്കായി ആധുനിക സൗകര്യങ്ങളുടെ സുഷമം ഹെൽത്ത് ജിം സ്ഥാപിക്കും. വനിതാ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് പരിശീലനം നൽകും. 14. വിദ്യാശ്രീ. മെയ് 2ാമത്തെ ഞായറാഴ്ചകളിൽ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള നോട്ട് ബുക്ക്, പെൻസിൽ, പേന, സ്കൂൾ ബാഗ് എന്നിവ പകുതി വിലയ്ക്ക് നൽകുന്ന വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കും. 15. ആധുനിക ബസ് ഹബ്ബ്. മാക്കേക്കടവിൽ കടമുറികളോട് കൂടിയ പുതിയ ആധുനിക രീതിയിലുള്ള ബസ് ഹബ്ബ് നിർമ്മിക്കും. 16. ഫിഷ് ലാൻഡ്. മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷ് ലാൻഡ് നിർമ്മിക്കും. 17. മത്സ്യയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും അനുബന്ധ ഉപകരണങ്ങളും സൗജന്യമായി നൽകും. 18. റോഡുകളും തെരുവു വിളക്കുകളും. ഗ്രാമീണ റോഡുകൾ എല്ലാം പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ സഡക്ക് യോജനയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും സഞ്ചാരയോഗ്യമാകുന്നതിനോടൊപ്പം പൂർണ്ണമായി തെരുവു വിളക്കുകളും സ്ഥാപിക്കും. 19. വെള്ളക്കെട്ടിനി ശാശ്വത പരിഹാരം. തീരദേശത്ത് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് ശാശ്വത പരിഹാരം നടപ്പിലാക്കും. 20. കിസാൻ സമ്മാൻ നിധി. അർഹരായ എല്ലാ കർഷകർക്കും വർഷം തോറും 6000 രൂപ ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി ലഭ്യമാകും. അപ്പോൾ ഇത്രയുമാണ് ഇവർ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമുക്ക് ആരാണ് വിജയിക്കുന്നതെന്ന് കണ്ടറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.